ഗൈസ്, നമ്മൾ ഇന്നിവിടെ സ്ട്രോബെറി പ്ലക്കിന് വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സ്ട്രോബെറി ടെറസാണ്, നെതർലൻഡ്സിലാണ് ഈ പ്ലേസ്. ഈ പ്ലേസിൻ്റെ ലൊക്കേഷൻ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ സമ്മറിൻ്റെ എൻഡ് അവർ ആയപ്പോഴാണ് നമ്മളിവിടെ ഈ ലൊക്കേഷനിൽ എത്തിയിരിക്കുന്നത്. ഒരു വൺ ഡേ ട്രിപ്പിന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഈ നമ്മുടെ ഈ സ്ട്രോബെറി ടെറസ്. എല്ലാവർക്കും ചെയ്യാൻ ഒരു ഫൺ ആക്ടിവിറ്റിയാണ്. പിന്നെ കുട്ടികൾക്ക് അവിടെ കളിച്ച് നടക്കാനും ഓടി കളിക്കാനും എല്ലാം നല്ല സ്പേസും ഉണ്ട്. ഇവിടെ സ്ട്രോബെറി സ്ഥലമാണ് അല്ലേ? അവിടെ സ്പെയിൽ ചെയ്യുന്ന പ്ലേസ് ഉണ്ടല്ലേ? അവിടെ കസേരയുണ്ട്. കൊട അവിടെയാ ബാർബിക്യൂ പ്ലേസ്. അവിടെ അങ്ങനെ കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട് അല്ലേ? എന്നിട്ട് നമുക്ക് സ്ട്രോബെറിയും പറിക്കാൻ പോകണ്ടേ? സ്ട്രോബെറി പ്ലക്ക് ചെയ്യാൻ പോകണ്ടേ? നമുക്ക് സ്ട്രോബെറി അവിടെ പ്ലക്ക് ചെയ്യാൻ പോവാം അല്ലേ? അവിടെ സ്ട്രോബെറി ഇല്ല, അതിന്റെ കുറച്ച് അപ്പുറത്ത് സ്ട്രോബെറി ഉണ്ട്. അപ്പൊ നമുക്ക് സ്ട്രോബെറി പറിക്കാൻ പോവാം. ഓക്കെ, അങ്ങനെ അപ്പോൾ നമുക്ക് ഇനി സ്ട്രോബെറി പ്ലക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോകാം. അപ്പോൾ അവിടെ സ്ട്രോബെറി പ്ലക്കിങ് മാത്രമല്ല, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കിഡ്സിനായിട്ടുള്ളത്. നമുക്ക് എന്തായാലും സ്ഥലങ്ങളെല്ലാം കണ്ടുപോകാം. കുറച്ചൊരു മഴക്കോട് കാണുന്നുണ്ട്. എന്തായാലും അതൊന്നും പ്രശ്നമില്ല, കാരണം അകത്ത് നമുക്ക് ഇരിക്കാനായിട്ട് കുറച്ച് സ്ഥലങ്ങൾ തന്നെ ഉണ്ട്. അപ്പോൾ ശരി, നമുക്ക് അകത്തോട്ട് പോകാം. ഓക്കെ. പണ്ടൊക്കെ ഈ ടി വിയിലും എല്ലാം ഈ സ്ട്രോബെറി ഭയങ്കര ടേസ്റ്റുള്ള ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കണ്ട് എനിക്കതൊരു ഭയങ്കര ക്രേസ് ആയിരുന്നു, ഈ സ്ട്രോബെറി കഴിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പം നാട്ടിൽ ഞാൻ ഇതുപോലെ ഞാൻ സ്ട്രോബെറി മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഭയങ്കര പുളിപ്പായിരുന്നു, സ്വീറ്റിനെക്കാട്ടിയും അത് ഭയങ്കര പുളിപ്പായിരുന്നു. അപ്പം ഞാൻ അന്നത്തെ സമയം വിചാരിച്ചത് ചിലപ്പോൾ സ്ട്രോബെറി ഇങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ ആ തെറ്റിദ്ധാരണ മൊത്തം മാറിയത് ഞാനിവിടെ യൂറോപ്പിൽ വന്ന് ഞാൻ ഇവിടുന്ന് സ്ട്രോബെറി കഴിച്ചപ്പോഴത്തേക്കാണ്. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഒന്ന് സ്ട്രോബെറി കഴിച്ചപ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് എന്ത് മധുരമാണെന്ന് അറിയാമോ ഈ സ്ട്രോബെറിക്ക്. നിങ്ങളിപ്പോൾ ഇവിടെ ഈ കാണുന്ന ടെൻറ്റ് ഓരോ സ്ട്രോബെറി മറ്റേ ഫാമിങ്ങിൻ്റെ ബാച്ചായിട്ട് തരം തിരിച്ചൊക്കെയാണ്. നമ്മളിപ്പോൾ സ്ട്രോബെറി പ്ലക്ക് ചെയ്യുന്നതിൻ്റെ ടെൻറ്റിൻ്റെ അകത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ കുഞ്ഞു വീഴാൻ ഇവിടെ സ്ട്രോബെറി പ്ലക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ അവർ പറഞ്ഞതനുസരിച്ചിട്ട് നമ്മൾ നല്ല റൈപ്പായിട്ടുള്ള റെഡ് കളറിൽ ഇരിക്കുന്ന സ്ട്രോബെറീസ് മാത്രമാണ് പ്ലക്ക് ചെയ്യുന്നത്. അതായത് ഗ്രീനും നമ്മൾ ഓറഞ്ചും പ്ലക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഐലം മൊത്തത്തിലാണ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഐലം മൊത്തത്തിലാണ് നമുക്ക് ഒരു പ്ലക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കാണുന്ന ഈ ഒരു ബോക്സാണ് നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്നത്. 3.5 യൂറോയാണ്. അപ്പം അറൗണ്ട് ഒരു 250-300 രൂപ വരും. അപ്പം ഈ ഒരു ബോക്സ് ഫില്ലാവുന്നത് വരെ നമുക്ക് പ്ലക്ക് ചെയ്യാം, എൻ്റെ തിരിച്ചു കൊണ്ടു കൊടുക്കാം. അതല്ല ചോപ്പല്ല, ഇവിടെ കുഞ്ഞൊരു ബിഗ് സ്ട്രോബെറി. വേണ്ട,
തന്നെ. നമ്മളിവിടുന്ന് ഒരു പിക്നിക് ബാസ്ക്കറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഒരു ചോക്ലേറ്റ് ബൗളിൻ്റെ അകത്ത് കുറച്ച് ചോക്ലേറ്റ് സിറപ്പും പിന്നെ കുറച്ച് ബ്രെഡും സ്ട്രോബെറീസും എല്ലാം കാണും. നിങ്ങളൊന്ന് അഡ്വാൻസ് ആയിട്ട് വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്ട്രോബെറി ഫൗണ്ടൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് ഇത് ചോക്ലേറ്റ് ഫൗണ്ടൻ വിത്ത് സ്ട്രോബെറിയാണ്. ഞാൻ പിടിച്ചോ. ആ പിക്നിക് ബാസ്ക്കറ്റ് എല്ലാം കഴിച്ചിട്ട് നമ്മളിപ്പം ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ പിക്നിക് ബാസ്ക്കറ്റ് വേർത്തായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ്. ചോക്ലേറ്റ് സിറപ്പിൽ നമ്മുടെ സ്ട്രോബെറി മുക്കി കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഗ്രൗണ്ടിലും കുട്ടികൾക്ക് ആവശ്യത്തിന് കളിക്കാനുള്ള എക്യുപ്മെൻറ്റ്സും എല്ലാം തന്നെയുണ്ട്. ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ സ്ഥലം തന്നെയാണ് ഈ സ്ട്രോബെറി ടെറസ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇങ്ങനൊരു ഇവൻറ്റ് നടക്കുന്നത് ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷമാണ് കാണുന്നത്. നമുക്കിപ്പോൾ ഇവിടെ വരെയാണ് പോകാൻ പറ്റിയത്. നമുക്ക് ഇതിൻ്റെ കുറച്ച് അപ്പുറത്തോട്ട് പോയി അവിടെ നിന്ന് നല്ലതുപോലെ വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഇവൻറ്റ് ഇവിടെ നടക്കുന്നതെന്ന് അറിയത്തില്ല. നമ്മളിവിടെ എത്തിയതിന് ശേഷമാണ് നമ്മൾ ഇത് കണ്ടത് തന്നെ. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി